ചിത്തി ചിത്തി എന്താ ഇവിടെ? ചാമുണ്ഡി ക്ഷേത്രത്തിൽ വന്നതാ. കുട്ടികൾക്ക് വെക്കേഷനാ. അപ്പ എവിടെ? നീ ഇറങ്ങിപ്പോയ അന്ന് വീട് വിട്ടു പോയതാ. പിന്നെ ആർക്കും ഒരു വിവരമില്ല. എനിക്കറിയാം എൻ്റെ അപ്പ തിരിച്ചു വരും. എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് അപ്പയ്ക്കും ബോധ്യമാവും. അമീർ എത്ര നല്ലവനാണെന്നറിയോ? അത് നിങ്ങൾക്കും മനസ്സിലാകും. നിനക്ക് തെറ്റി മോളെ. നിങ്ങൾ മദ്രാസിൽ പാടാൻ വന്നത് ഞാൻ അറിഞ്ഞു. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു മോളെ. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ മൈസൂരിലേക്ക് വണ്ടി കയറാൻ ഒരുങ്ങിയതാ. പക്ഷേ ധൈര്യം ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയങ്കരനാവൻ. ഒന്ന് തെളിച്ചു പറ ചിത്തപ്പ. ശ്രീ. ഹലോ സാർ. എന്താ സാർ ഒറ്റയ്ക്ക്? ശ്രീയെ ഒന്ന് ഒറ്റയ്ക്ക് കാണുമെന്ന് തോന്നി. വളരെ നന്നായി. ഞാനും അത് ആഗ്രഹിച്ചു. ഈ വയലിൻ്റെ സ്ട്രിങ്സും വിരലും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് സിങ്ക് ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തെ പറ്റി എനിക്ക് അങ്ങനെ പറയാനാ തോന്നുന്നേ. ആ സിങ്ക് നഷ്ടപ്പെട്ടു കാണാൻ ശ്രീഹരി ആഗ്രഹിക്കില്ല അല്ലേ? നെവർ. എങ്കിൽ നാളെ വീണ പാടരുത്. ഇപ്പൊ പാടണമെന്നേ ഉള്ളൂ, പിന്നീട് പാടിക്കോട്ടെ. ജീവിതത്തിന്റെ താളമല്ലേ ശ്രീ ആദ്യം ശരിപ്പെടുത്തേണ്ടത്. ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ വിവാഹ ജീവിതത്തെ പറ്റി. ഞാൻ, അവൾ, പിന്നെ ഞങ്ങളുടെ കുട്ടികൾ. ഇടയിലൊന്നും കടന്നു വരരുത്. പക്ഷേ സാർ, നാളെ റെക്കോർഡിംഗ് ആണ് സാർ. ഇപ്പോഴിങ്ങനെ പറഞ്ഞാൽ സാർ, ആ പാവം വീണയുടെ ഇത് വേണ്ട. ഈ സെൽഫിഷ്നെസ്. എൻ്റെ ഭാര്യയോട് അത്രയ്ക്ക് സിമ്പതി വേണ്ട. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ നിങ്ങൾ അവളെ ഒഴിവാക്കണം. ദിസ് ഈസ് ടു ക്രൂവൽ. ഇതൊരുമാതിരി കശാപ്പുകാരൻ മാടിനിറക്കുന്ന പോലെയാണ്. കയ്യിലുള്ള നല്ല വിലയ്ക്ക് വിറ്റ് കാശാക്കുന്ന കച്ചവടക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഇവൾ നന്നായി പാടും, ഷീസ് ഫോർ സെയിൽ എന്നൊരു ടാഗ് തൂക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളു. എനിക്ക് നിങ്ങളോട് ബഹുമാനമായിരുന്നു. പക്ഷെ ഇപ്പോ, അന്ന് അവള് പതറി നിന്നൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പാഴാക്കിയല്ലോ എന്നോർത്ത് എനിക്കിപ്പോ ലജ്ജ തോന്നുന്നു. വേണ്ട സർ, ശ്രീഹരി ആരുമല്ല. പക്ഷെ അവള് പാട്ടിനു വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തവളാ. കൂട്ടിലടയ്ക്കരുത് ആ ശബ്ദത്തെ. എനിക്കൊന്ന് വീണയെ കാണണം, അപേക്ഷിക്കണം. എന്തിന്? പാടാനോ? ശ്രീഹരി, എനിക്ക് നിങ്ങൾ ആരുമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്കറിയാം, വീണയ്ക്ക് നൊന്താൽ ശ്രീഹരിക്ക് നോവും. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഒത്തിരി സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച കളിപ്പാട്ടമായിരുന്നു. വീണയോട് എനിക്ക് ഒത്തിരി സ്നേഹമാണ്. വേണ്ട സർ, വേണ്ട. വീണ പാടണ്ട. ഗുഡ്. ശ്രീഹരി മിടുക്കനാ. വലിയ മ്യൂസിക് ഡയറക്ടർ ആവണ്ടേ. പിന്നെ നാളെ അവളെ ഇതിൽ നിന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ശബ്ദത്തിന് വേണ്ടി ലോകം കാതോർക്കുന്നു. എന്റെ നേട്ടങ്ങളെല്ലാം എന്റെ പാട്ടിന് വേണ്ടി ഞാൻ അടിമയാക്കി. ഈ സിനിമയുടെ ബിസിനസ് ലോകത്താണ് ഇത്തരം തിരിച്ചടികളുണ്ടാവും. ഇതിനേക്കാൾ നല്ല അവസരങ്ങൾ നിർവഹിക്കുന്ന കന്നഡ സിനിമയിൽ ഇതിന് നല്ല വീണ. എന്താ വൈകിയത്? ഞാൻ കാത്തിരിക്കായിരുന്നു. ഓഫീസില് ശ്രീ വിളിച്ചു. പാടാൻ പുതിയ ഡേറ്റ് കിട്ടി. ഉടനെ ചെല്ലണം. അല്ല, അത് ഞാൻ പറഞ്ഞ അമീറിന് തിരക്കാണെന്ന്.
എന്നാലും നാളെ പോകല്ലേ? ശ്രീ വലിയ സന്തോഷത്തിലാ. റെക്കോർഡിംഗ് വലിയ ഉത്സവമാക്കാനുള്ള പരിപാടിയാ. എല്ലാ പത്രക്കാരും വരും. അവർക്ക് എന്റെ ഇന്റർവ്യൂ വേണം അത്രേ. പുതിയ ഗായികയുടെ അരങ്ങേറ്റമില്ലേ, വലിയ വാർത്തയാകും. ഞാൻ പറഞ്ഞു അമീറിനോട് ചോദിക്കാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന്. ശരിയല്ലേ? എനിക്ക് വേണ്ടി അമീർ ചെയ്യുന്നതിനൊക്കെ ബലം കിട്ടാൻ പോവല്ലേ? അമീറിന് സന്തോഷമായിരിക്കും അല്ലേ? എനിക്കത് മതി. ചോദിക്കായിരുന്നു, അഭിനയിക്കായിരുന്നല്ലേ? വേണ്ട, വിളി കേൾക്കുമ്പോ കാതിലെത്തിയ വിശ്വസിച്ചില്ലേ? ഞാൻ ഒത്തിരി സ്നേഹിച്ചില്ലേ? എല്ലാ ഇന്റർവ്യൂ കൂടെ ഇറങ്ങി വന്നപ്പോ കൈ പിടിച്ചോണ്ട് വന്നത് എന്നെ ചതിക്കാനായിരുന്നു. ദുഷ്ടരാ നിങ്ങള്. എന്റെ മുമ്പിൽ നിൽക്കരുത്. എനിക്ക് നിങ്ങളെ കാണണ്ട, ജീവിക്കണ്ട ഒരു നിമിഷം നിങ്ങളുടെ കൂടെ. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട. എന്നെ കൊല്ല. എന്റെ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ല. വലിയ പാട്ടുകാരുടെ ഭർത്താവ് എന്നുള്ള പേര് എനിക്ക് വേണ്ട. ഈ വീട്ടിൽ എന്തെങ്കിലും കുറവ് ഞാൻ നിനക്ക് വരുത്തിയിട്ടുണ്ടോ? അനുസരിക്കുന്ന ഒരു ഭാര്യ എനിക്ക് വേണ്ടത്. അനുസരിച്ചില്ലേ, സ്നേഹിച്ചില്ലേ, അതെല്ലാം പാട്ടിന് വേണ്ടി. അത് കിട്ടാത്തടത്ത് എനിക്ക് വേണ്ട. എവിടെയെങ്കിലും ഞാൻ പോവാ. വിട്ടില്ല ഞാൻ. ഈ വീട് വിട്ട് നീ പുറത്തിറങ്ങില്ല. ജീവിക്കുന്നെങ്കിൽ ഇവിടെ എന്നോടൊപ്പം പോകത്ത്. ತುಂಬ ಟಯರ್ಡ್ ಆಗುದಿಲ್ವಾ? ಮದುವೆಯಾಗಿ ಎಷ್ಟು ಸಮಯ ಆಗಿದ್ದು? 2 ತಿಂಗಳು. ರಿಸಲ್ಟ್ ಇಸ್ ಪಾಸಿಟಿವ್. ഒന്ന് നിർത്തോ? എന്താ വീണ? എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. കുഞ്ഞിനെ വേണ്ടെന്ന്? സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട നമ്മൾക്കിടയിൽ അനാഥമായി വളരാൻ എന്തിനാ ഒരു കുഞ്ഞ്? വേണ്ട. എനിക്ക് തരാത്ത സ്നേഹം അമീർ അതിന് കൊടുത്തില്ലെങ്കിലോ? മുലപ്പാലിന്റെ കൂടെ എന്റെ സങ്കടങ്ങൾ കൂടി അതിന് കൊടുത്ത പാവ കുഞ്ഞ് എന്നെ ശപിക്കില്ലേ? അതുകൊണ്ടാ. നിന്റെ കണ്ണിൽ ഞാൻ തെറ്റുകാരനാണ്. അതിനിങ്ങനെ ഒരു ശിക്ഷ തന്നെ വേണോ? എന്റെ കുഞ്ഞ് പെണ്ണായാലോ? അവൾ വളരുമ്പോ അമീറിനെ പോലൊരാൾ ചന്ദനത്തിന്റെ മണവുമായി വന്ന് അവ കാശ് കൊടുത്താലോ? വേണ്ട, ഒന്നും ആവർത്തിക്കണ്ട. ഞാൻ നിന്റെ പാട്ട് മുടക്കി. അതെനിക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിന്നെ പങ്കുവെച്ച് മറ്റുള്ളവർ സ്വന്തമാക്കുന്നത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാ. പാട്ടിന്റെ വഴി നീ ശ്രീഹരിയുടേതാവും, ഉസ്താദിൻ്റെതാകും, അങ്ങനെ മറ്റു പലരുടേതുമാകും. അത് വേണ്ട. നീ എന്റേത് മാത്രമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിലെന്താണ് തെറ്റ്? സ്വാർത്ഥത. അത് തകർത്തതിന്റെ പാട്ടാണ്. അതിന് പകരം തരാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യില്? ഉണ്ട്. നിന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ്. അതിനുവേണ്ടി നിനക്ക് സന്തോഷം തരുന്ന എന്ത് ഞാൻ ചെയ്യാം. ഞാൻ നഷ്ടപ്പെടുത്തിയ പാട്ടിനു വേണ്ടി ശ്രീഹരിയുടെ കാല് പിടിക്കാം. അമീറിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് തരുന്നതിനുള്ള കൂലി വേണ്ട. കുഴിച്ചു മൂടുക എന്നെ, എന്റെ പാട്ടിനെ. ഇനി എനിക്ക് പാടണ്ട ജീവിതത്തിൽ ഒരിക്കലും. ക്ഷമിച്ചൂടെ? ഈ സ്വാർത്ഥത കാണുമ്പോൾ എനിക്ക് ലജ്ജയാ. അമ്മയാകാൻ പോകുന്ന ഒരു പെണ്ണിന്റെ നിസ്സഹായത വെച്ചുള്ള വിലപേശൽ.
ശരി, കുഞ്ഞിനെ വേണ്ടെന്നുള്ള തീരുമാനം ഞാൻ മാറ്റാം. ആ കുഞ്ഞിനെ എനിക്ക് വേണം, അത് പാടണം, അതെന്റെ വാശിയാ. പക്ഷേ എന്റെ തൊണ്ടയിൽ കുത്തിയിറക്കിയ മുള്ള് ആ കുഞ്ഞിന് വേണ്ടി കരുതരുത്. പൊറുക്കില്ല ഞാൻ.